Hi friends, welcome back to Pharma Corner. Today we are going to study about antipsychotic drugs. Antipsychotic drugs are also known as neuroleptic drugs or antischizophrenic drugs. അപ്പോൾ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സിൻ്റെ മറ്റ് പേരുകളാണ് ന്യൂറോലെപ്റ്റിക് ഡ്രഗ്സും ആൻറ്റിസ്കൈസോഫ്രീനിക് ഡ്രഗ്സും. These drugs are mainly used in schizophrenia, acute mania, and other acute psychotic states. Next is classification. Antipsychotic drugs are classified into phenothiazines, thioxanthine, butyrophenones, atypical antipsychotics, and others. Phenothiazines include chlorpromazine, triflupromazine, trifluperazine, thioridazine, flufenazine. Thioxanthines include flupentixol. Butyrophenones include haloperidol, trifluperidol. Atypical antipsychotics include risperidone, clozapine, olanzapine, quetiapine, zolpidem. Others include loxapine, pimoside. മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് ആൻറ്റിസൈക്കോട്ടിക്സ്. അപ്പോൾ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എങ്ങനെയാണ് എന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇവയെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൺവെൻഷണൽ ആൻറ്റിസൈക്കോട്ടിക്സ് എന്നും അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് എന്നും. Conventional antipsychotics act by blocking D2 receptors in the limbic system and mesocortical areas. കൺവെൻഷണൽ ആൻറ്റിസൈക്കോട്ടിക്സ് ആക്ട് ചെയ്യുന്നത് ഡോപ്പമിൻ റെസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ് ഡോപ്പമിൻ റെസപ്റ്റേഴ്സ്? ഡോപ്പമിൻ എന്ന് പറഞ്ഞ ബ്രെയിനിൽ ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ റെസപ്റ്റ് ചെയ്യുന്ന റെസപ്റ്റേഴ്സാണ് അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യുന്ന റെസപ്റ്റേഴ്സാണ് ഡോപ്പമിൻ റെസപ്റ്റേഴ്സ്. ഡോപ്പമിൻ റെസപ്റ്റേഴ്സ് മെയിനായിട്ട് 5 തരത്തിലുണ്ട്. D1, D2, D3, D4, D5. അതിൽ D1ഉം D2ഉം ആണ് സൈക്കോട്ടിക് ഡിസോർഡറുമായിട്ട് കൂടുതലും ലിങ്ക് ഉള്ളത് അല്ലെങ്കിൽ ബന്ധമുള്ളത്. They are found in the pathway involved in the psychotic disorder എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ D2 ആണ് കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ളത്. D1, D2 സൈക്കോട്ടിക് ഡിസോർഡറുമായിട്ട് ബന്ധമുണ്ടെങ്കിലും അതിൽ D2 കൂടുതൽ റെലവൻ്റ് ആണ്. അതിന് കാരണം നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സും ആക്ട് ചെയ്യുന്നത് D2 റിസപ്റ്ററിലാണ്. ഇനി പറയാനുള്ളത് ലിംബിക് സിസ്റ്റം എന്താണ്, മീസോകോർട്ടിക്കൽ ഏരിയാസ് എന്താണെന്നാണ്. ലിംബിക് സിസ്റ്റം ഈസ് എ സെറ്റ് ഓഫ് സ്ട്രക്ചേഴ്സ് ഇൻ ദ ബ്രെയിൻ ദാറ്റ് ഡീൽ വിത്ത് ഇമോഷൻസ് ആൻഡ് മെമ്മറി. ഇമോഷൻസും മെമ്മറിയും ഒക്കെ ഡീൽ ചെയ്യുന്ന ബ്രെയിനിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സെറ്റിനെയാണ് ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. മീസോകോർട്ടിക്കൽ ഏരിയ ഈസ് ദ ഏരിയ ഇൻ വിച്ച് മീസോകോർട്ടിക്കൽ പാത്വേ ഈസ് ക്യാരിഡ് ഔട്ട്. എന്താണ് മീസോകോർട്ടിക്കൽ പാത്വേ? Mesocortical pathway is a dopaminergic pathway. This pathway shows some negative psychotic symptoms such as loss of motivation, social withdrawal, etc. Next is atypical antipsychotics. ഇവ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? They block 5-HT2 receptors in mesolimbic system. ആദ്യം മീസോലിംബിക് സിസ്റ്റം എന്താണെന്ന് പറയാം. ഇറ്റ് ഈസ് എ നെറ്റ്വർക്ക് ഓഫ് ഡോപ്പമിനാജിക് ന്യൂറോൺസ് ഇൻ ദ ബ്രെയിൻ. ഡോപ്പമിനാജിക് ന്യൂറോൺസ്, ബ്രെയിനിലെ ഡോപ്പമിനാജിക് ന്യൂറോൺസിൻ്റെ ഒരു നെറ്റ്വർക്കാണ് മീസോലിംബിക് സിസ്റ്റം. അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്? അക്കംബൻസ്, അമിഗ്ഡാല ആൻഡ് ഓൾഫാക്ടറി ട്യൂബർക്കിൾ. ഇവയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഡോപ്പമിനാജിക് ന്യൂറോൺസിൻ്റെ ഒരു നെറ്റ്വർക്കിനെയാണ് മീസോലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് റിസീവ്സ് ഇൻപുട്ട് ഫ്രം ദി വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയ ആൻഡ് ഇറ്റ്സ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഇമോഷൻ, റിവാർഡ് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ്. ശേഷം പറയുന്നത് മീസോലിംബിക് സിസ്റ്റം സ്റ്റിമുലൈ റിസീവ് ചെയ്യുന്നത് വെൻട്രൽ ടെഗ്മെൻ്റൽ ഏരിയയിൽ നിന്നാണ്. പിന്നെ ഇവയുടെ ആക്ടിവിറ്റി എന്തൊക്കെയായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഇമോഷൻ, റിവാർഡ് ആൻഡ് സബ്സ്റ്റൻസ് അബ്യൂസ്. ഈ വക കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് മീസോലിംബിക് സിസ്റ്റത്തിൻ്റെ ആക്ടിവിറ്റീസ്. അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സ് ആക്ട് ചെയ്യുന്നത് മെയിൻലി 5-HT2 ബ്ലോക്കേഡ് വഴിയാണ്, അല്ലെങ്കിൽ സെറാട്ടോണിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിസപ്റ്റേഴ്സിൽ D1, D2, D3, D4, D5 ഡോപ്പമിൻ റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ D2 റിസപ്റ്റേഴ്സ് ആണ് പൊതുവെ ആൻറ്റിസൈക്കോട്ടിക്സ് ആക്ട് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് എന്നൊക്കെ നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ഇവിടെ അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക്സിൻ്റെ കേസിൽ 5-HT2 റിസപ്റ്റേഴ്സ് ബ്ലോക്ക് ചെയ്യുന്നത്? ഡയറക്റ്റായിട്ട് D2 റിസപ്റ്റേഴ്സ് ബ്ലോക്ക് ചെയ്യാതെ എന്തുകൊണ്ട് 5-HT2 റിസപ്റ്റേഴ്സ് ബ്ലോക്ക് ചെയ്യുന്നു? അതിന് കാരണം
ഈ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സിന് വീക്ക് D2 ബ്ലോക്കിംഗ് എഫക്റ്റ് ആണുള്ളത്. അതായത് അറ്റിപ്പിക്കൽ ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സിന് D2 റിസപ്റ്ററിൽ ഉള്ള എഫക്റ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇവ സെറാട്ടോണിൻ റിസപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുന്നു. തെറാപ്യൂട്ടിക് യൂസസ് ഓഫ് ആൻറ്റിസൈക്കോട്ടിക് ഡ്രഗ്സ്. It includes schizophrenia, mania as antiemetic, interactable hiccup, and in anxiety, along with serotonin reuptake inhibitors.